അഗ്നിരക്ഷാസേനയുടെ ആകമാന മുഖം മാറുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി അത്യാധുനിക സംവിധാനങ്ങളാണ് സേനയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ ദുർഘട മാർഗങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനവുമായി എത്താൻ സേനയെ സഹായിക്കുന്ന സംവിധാനങ്ങളാണ് ഇവ. മറ്റ് സേനകൾക്കൊപ്പം അഗ്നിരക്ഷാസേനയുടെയും മുഖം മാറുകയാണ്. തെരച്ചിലിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും ആവശ്യമായി നിരവധി അത്യാധുനിക സംവിധാനങ്ങളാണ് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും പുതിയതാണ് അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. വെള്ളത്തിനടിയിൽ 100 അടിയിലേറെ താഴ്ചയിൽ പ്രവർത്തിക്കാവുന്ന ഒന്നാണ് ഇത്. മുങ്ങൽ വിദഗ്ധർക്ക് കരയിൽ നിൽക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഈ ഉപകരണം സഹായിക്കും. ഇതേക്കുറിച്ച് കോതമംഗലം ഫയർ സ്റ്റേഷനിലെ സ്ക്യൂബ ഡൈവർമാരായ ഉദ്യോഗസ്ഥർ ഇങ്ങനെ വ്യക്തമാക്കുന്നു. നമുക്കിപ്പോൾ 2 എക്യുപ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അത് നമ്മുടെ സ്കൂബ സെറ്റിൻ്റെ അതേ ലെങ്ത് തന്നെ 120 മീറ്റർ പോകാനുള്ള 120 മീറ്റർ അടി പോകാനുള്ള വയർ റോപ്പ് അതിനകത്തുണ്ട്. ബൈറ്റ് 2009 ആദ്യമായി സ്ക്യൂബ ടീം നിലവിൽ വന്നതും കോതമംഗലത്താണ്. സംസ്ഥാനത്തെ മറ്റ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയതും കോതമംഗലത്തെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ആദ്യ കാര്യങ്ങൾ ഞങ്ങളുടെ കോതമംഗലത്താണ് ഇതിൻ്റെ സ്കൂബയുടെ തുടക്കം. ഞങ്ങൾ ഒരു 11 പേരാണ് അന്നുണ്ടായിരുന്നത്. ഈ 11 പേരാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജീവനക്കാരെ സ്കൂബ പഠിപ്പിച്ചത്. 2018 അതിനുശേഷം 2018 എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിൽ IITWR എന്ന് പറഞ്ഞ അക്കാദമി വന്നത്. സ്കൂബയുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അന്ന് സമയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ മുകളിൽ നിൽക്കുന്ന എത്തപ്പോൾ നമ്മൾ 100 അടി താഴ്ചയിലാണെങ്കിലും 50 അടി താഴ്ചയിലാണെങ്കിലും 50 അടി താഴ്ചയിലാണെങ്കിലും 100 അടി താഴ്ചയിലാണെങ്കിലും നമ്മൾ മുകളിലേക്കുള്ള ആളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ജീവനോടെ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ പോകുന്ന കയറയിൽ ഒരു കോഷണറി സിഗ്നൽ കൊടുത്താണ് നമ്മൾക്ക് ഞാൻ ഓക്കെയാണ് എന്ന് സിഗ്നൽ കൊടുത്തുകൊണ്ടിരുന്നത്. തുടർന്ന് നമ്മൾ താഴോട്ട് പോകുന്നതിന് 2 സിഗ്നൽ, താഴോട്ട് പോകുന്നതിന് 3 സിഗ്നൽ, മുകളിലേക്ക് പൊങ്ങിവരാൻ 4 സിഗ്നൽ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് താഴെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് മുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണങ്ങളുടെ ഭാഗമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി മോക്ക് ഡ്രിൽ അവതരിപ്പിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.